അത്താഴം കഴിക്കാൻ രാവിലെ എണീറ്റപ്പോൾ ഉറക്കത്തിൽ നിന്ന് വന്ന് കസേരയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെന്ന് വെച്ചപ്പോൾ അവനെ നോമ്പ് പിടിക്കുന്നു. അവനെയും കൂട്ടി നമ്മൾ അത്താഴം കഴിച്ചു. രാവിലെ എണീറ്റപ്പോൾ കണ്ട് കഴിച്ച മീനെ പാട്ടുപാടാൻ പഠിപ്പിക്കുന്ന രോഹൻ. വൈകിട്ടായപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് കടയിൽ വന്നിരുന്നിട്ട് ബാങ്കിന് സമയം നോക്കിയിരിക്കുന്ന ഞങ്ങൾ. എവിടെയെങ്കിലും പോകാൻ നിന്നില്ല. അതിനിടയ്ക്ക് ക്യൂട്ട്നെസ് ഇരുന്ന പൂക്കി അതിൽ നോമ്പ് തുറന്ന് ഹോസ്റ്റലിൽ വന്നപ്പോഴാണ് കൂട്ടുകാരൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണം ഉണ്ടെന്ന് അല്ലെ. അവനെ നോമ്പ് തുറന്ന് അങ്ങോട്ടാക്കാന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ ഡ്രസ്സും ചെയ്ത് അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങി. ഡ്രസ്സും ചെയ്ത് നമ്മൾ കാറ്ററിംഗിന് യൂണിഫോം പോലെ എല്ലാവരും ഒരുപോലെ തൂക്കിയെടുത്ത് ബസ് ഇറാണ്ട് പോകണം. അതിനിടയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാച്ചിട്ട് ഒറിജിനൽ ആണെന്ന് കാണിക്കുന്ന ഒരു തൈ. അതിനിടയ്ക്ക് രണ്ട് മുതുക്കന്മാർ കൊച്ചുള്ളവരെ പോലെ റോഡിൽ കല്ലും തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടെണ്ണം. ബസ്സിലിരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുന്ന ഞങ്ങൾ. അതിനിടയ്ക്ക് ഡോറെ പോലെ മുടിയും ഫുള്ളോട്ടിരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്ന പൂക്കിയ അതിൽ. ഓഡിറ്റോറിയത്തിലെത്തി നേരെ കഴിക്കാൻ പോയി. കഴിക്കാനായിട്ട് കയറിയപ്പോൾ അവിടെ ഫുള്ളാണ്. എന്നാൽ പിന്നെ എല്ലാത്തിനും വിളിച്ചോണ്ട് മുകളിൽ പോകുന്ന പറഞ്ഞ് മുകളിൽ പോയി കുറച്ച് നേരം ഇരുന്നു. മോളിൽ ചെന്ന് ഡാൻസും പാട്ടാക്കുന്നത്. പിന്നെ കുറച്ച് നേരം അതും കണ്ടിരുന്ന മുഖത്ത് കുറച്ച് ലൈറ്റ് അടിച്ചിട്ട് അവിടെ അങ്ങ് നിന്നു. ആൾ കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം അവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. നോമ്പം പിടിച്ച് വയറ് കാഞ്ഞിരുന്നുണ്ട്. ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കണുണ്ട്. അപ്പം നാണിച്ച് കഴിക്കാണ്ട് കിണിച്ചോണ്ടിരിക്കുന്ന രണ്ടെണ്ണം. ബിരിയാണി എല്ലാം കൂടെ വായിൽ നിറച്ച് ഹനുമാന്റെ ഫിഗർ കൂട്ടിയിരിക്കുന്ന ഒരു ബസ്സില്ലാത്തോണ്ട് ലിഫ്റ്റ് അടിച്ച് പോകാനായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ. ബിരിയാണി അടിച്ച് കിക്കായപ്പോൾ അടുത്തിരിക്കുന്നവനോട് പാട്ടോടി കൊടുത്ത് അവനെ കൂടെ ഷോക്ക് ആക്കണം ഒരുത്തൻ. ഓരോരുത്തർ ഓരോ ബൈക്കിൽ കയറി എങ്ങനെയെങ്കിലും ലിഫ്റ്റ് അടിച്ചപ്പോൾ എല്ലാവരും ഒരിടത്ത് എത്തി. അങ്ങനെ എല്ലാവരും ഹോസ്റ്റലിലെത്തി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബാക്കി നാളെ.